everyone, welcome to Bifida Vlogs. ഇന്നത്തെ വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു സ്പെഷ്യൽ വ്ളോഗാണ്. എനിക്ക് ഇന്ന് എൻ്റെ ഫ്രണ്ടിൻ്റെ എൻഗേജ്മെൻ്റ് ആണ്. എൻ്റെ കൂടെ സ്കൂളിൽ പഠിച്ച എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ടാണ്. അപ്പോൾ അവളുടെ എൻഗേജ്മെൻറ്റിന് പോകാൻ നിൽക്കുകയാണ്. ഞങ്ങളുടെ ഗാങ്ങിൽ ഞങ്ങളുടെ ഒരു ചെറിയ ഫ്രണ്ട്സ് ഗ്രൂപ്പ് ഉണ്ട്. അതിൽ മൂന്നാമത്തെ ആളുടെ എൻഗേജ്മെൻ്റ് ആണ്. 2 വർഷം മുന്നേ ഒരാളുടെ കല്യാണം കഴിഞ്ഞു. അന്നാണ് ഞങ്ങൾ എല്ലാവരും അവസാനം കാണുന്നത് ആക്ച്വലി. അപ്പോൾ ഞാൻ ചാനൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളൂ. സോ കുറച്ച് സ്റ്റാർട്ടിങ് ട്രബിൾസൊക്കെ അതിൻ്റെ മുകളിൽ ഉണ്ടാവും. കാരണം സ്റ്റാർട്ടിങ്ങിന് നമുക്ക് ആ ഒരു ഫ്ലോയിൽ കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ അത് പരിഗണിക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് തന്നെ പോയത് ഉമ്മയുടെ ഒരു ഫ്രണ്ടിൻ്റെ മോളുടെ കല്യാണം ഉണ്ടായി. അപ്പോൾ അതൊക്കെ കൂടി നമ്മൾ വേഗം ഇറങ്ങി. കാരണം എന്താ വെച്ചാൽ നമുക്ക് ഷാസിയുടെ എൻഗേജ്മെൻറ്റിന് പോകണമല്ലോ. അപ്പോൾ നമ്മൾ വേഗം ഫസ്റ്റ് പന്തിയിൽ തന്നെ ഇരുന്ന് എല്ലാവരും വരുന്നതിന് മുന്നേ നമ്മൾ ഇരുന്നിട്ടുണ്ടായി. വേഗം സദ്യയൊക്കെ കഴിച്ച് നമ്മൾ നേരെ എല്ലാവരോടും ചോദിച്ച് ഇറങ്ങി. ഞങ്ങൾ ഷാസിൻ്റെ എൻഗേജ്മെൻറ്റ് ഹാളിൽ എത്തിയിട്ടുണ്ട്. ഇതാണ് അഹ്ലം, ഇതാണ് ലിയാന. അപ്പൊ ഞങ്ങളെന്നെ കണ്ടിട്ട് കുറെ കാലമായി. അപ്പൊ നമ്മള് ഷാസിനെ കാണാൻ പോവാണ്. ഷാസിനെ കണ്ടിട്ട് ഭയങ്കര എക്സൈറ്റഡ് ആണ് ആള്. അങ്ങനെ നമ്മൾ നേരെ ഷാസിനെ കണ്ട് അത്യാവശ്യം ടെൻഷനിലൊക്കെ ആണ് ആള്. ഷാസിയുടെ ഫാമിലി എന്ന് പറഞ്ഞാൽ ഒരു പട്ടാണി മുസ്ലിംസ് ആണ്. അപ്പോൾ അവരുടെ കൾച്ചേഴ്സും കസ്റ്റംസും ഒക്കെ കുറച്ച് ഡിഫറെൻ്റ് ഉണ്ട് നമ്മളിൽ നിന്ന്. അപ്പം എന്നെ സംബന്ധിച്ചിടത്തോളം ഈ കസ്റ്റംസ് ഒക്കെ ഒരു പുതിയൊരു എക്സ്പോഷറാണ് എനിക്ക്. അപ്പം ഞാൻ ഭയങ്കര കൗതുകത്തോടെയാണല്ലോ നോക്കിയിരുന്നതൊക്കെ. ഇതെന്താ അതെന്താന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പം ചെക്കൻ്റെ ആൾക്കാർ വരുമ്പോൾ നമ്മളിങ്ങനെ വെൽക്കം ചെയ്യണം. അവരിങ്ങനെ മുകളിൽ കണ്ടില്ല ഒരു ക്ലോത്ത് ഒക്കെ പിടിച്ച് നമ്മൾ അവരിങ്ങനെ വെൽക്കം ചെയ്യാൻ വേണ്ടി നിൽക്കും. അപ്പം ഫസ്റ്റ് തന്നെ നമ്മൾ അവരെ സ്വീകരിക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സ്വീറ്റ്സ് ഒക്കെ കൊടുത്തിട്ട് അങ്ങനെയാണ് എല്ലാവരെയും സ്വീകരിക്കും. അതിനുശേഷം ചെക്കൻ്റെ ആൾക്കാരും സ്റ്റേജിലോട്ട് പോകുന്നതാണ്. അപ്പോൾ അവിടെ അങ്ങനെ 2 കൂട്ടരും നിന്നിട്ട് ഇങ്ങനെ കല്യാണം തീരുമാനിക്കുന്ന സമ്മതം ചോദിക്കുന്നതായിട്ടൊക്കെയുള്ള പ്രോസസ്സാണിത്. ഷാസിയ ടെൻഷൻ ഉണ്ടോ? അപ്പോൾ ഫസ്റ്റ് തന്നെ ഷാസിയനെ അവരിങ്ങനെ ചെക്കറ്റ് എടുത്ത് കൊണ്ടുപോകും. അപ്പം ഇത് ഷാസിയുടെ താത്തയും ഷാസിയുടെ താത്തയുടെ ഹസ്ബൻഡുമാണ്. അതിനുശേഷം പിന്നെ ആസ് യൂഷ്വൽ ഇങ്ങനെ ബൊക്കെ കൊടുക്കും. അങ്ങനത്തെ പ്രോസസ്സൊക്കെയാണ്. അത് നമുക്ക് കുറച്ചുകൂടെ കണ്ട് പരിചയമൊക്കെ ഉണ്ട്. അങ്ങോട്ട് ഹാമ്പർ കൊടുക്കും. അങ്ങനത്തെ കുറച്ച് കൊടുക്കലും വാങ്ങലൊക്കെയാണ്. പിന്നെ ഇതെന്ന് പറഞ്ഞാൽ അവർ ഷാസിയക്ക് കൊണ്ടുവന്നതാണ് ഈ സാധനങ്ങളൊക്കെ. അത് ചെക്കൻ്റെ വീട്ടുകാരാണ് കേട്ടോ. ചെക്കൻ്റെ വീട്ടുകാർ ഷാസിയക്ക് വേണ്ടി കൊണ്ടുവന്ന സാധനങ്ങളായിരുന്നു അതൊക്കെ. ഇതിപ്പോൾ ഞങ്ങൾക്ക് ഈ ബൊക്കെ കിട്ടിയപ്പോൾ അതിൽ ഫെറോ റോഷർ ഒളിച്ചിരിപ്പുണ്ടായി. ഞങ്ങൾക്ക് അത് എടുത്ത് കഴിക്കണം എന്നൊക്കെ ഉണ്ടായി. പിന്നെ ഇതാ ഷാസിയക്ക് അവർ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അവരിങ്ങനെ അവളുടെ മുന്നിൽ വെക്കും. അവളുടെ മുന്നിൽ വെച്ചിട്ട് അവർക്ക് ഇങ്ങനെ കൊടുക്കുകയാണ്. വെറ്റിലയും പഴവും പിന്നെ ഇതാ അങ്ങനെ ഒരു മുല്ലപ്പൂ കൊണ്ട് മാലയൊക്കെ ഇടും. അതിന് ശേഷമുള്ളതാണ് ചെക്കന് പെണ്ണിൻ്റെ വീട്ടുകാർ കൊടുക്കുന്നതാണ്. ഇത് പെണ്ണിൻ്റെ വീട്ടുകാർ ഇങ്ങനെ ഓരോ സാധനങ്ങൾ മുല്ലപ്പൂ മാലയും മുല്ലപ്പൂ വള പോലത്തെ ഒരു സാധനവും പിന്നെ ഇതാ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ നടക്കുന്നുണ്ട്. അപ്പോൾ ഇവർ ജനറലി സംസാരിക്കുന്ന ലാംഗ്വേജ് എന്ന് പറഞ്ഞാൽ ഒരു ഹിന്ദി മിക്സ്ഡ് ഉറുദുവാണ്. അപ്പോൾ ഇവർ ഓരോ ചടങ്ങിനും രസം എന്നാണ് പറയുക. അതെനിക്കൊരു പുതിയ ഇൻഫർമേഷൻ ആയിരുന്നു ആക്ച്വലി. ഇതിപ്പോൾ ഷാസിയ അത് മാറ്റിയൊക്കെ ഇരിക്കുന്നുണ്ട്. ഇത് അവർ കൊണ്ടുവന്ന ഡ്രസ്സായിരുന്നു. ഡ്രസ്സൊക്കെ മാറ്റി. അതെ ഞാൻ വ്ളോഗിലിട്ട് എൻഗേജ്മെന്റ് കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ പോവാണ്. ബൈ ഗൈസ്. അപ്പോൾ വ്ളോഗ് എൻഡ് ചെയ്യാണ്. യെസ്. അപ്പം എൻഗേജ്മെന്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ പോവാണ്. അപ്പോൾ എല്ലാവരും ചാനൽ സപ്പോർട്ട് ചെയ്യണം. ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ്.